എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും നല്ല സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഓട്ടടയൊക്കെ അല്ലേ, അതുപോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് റവയാണ് വേണ്ടത്. അപ്പോൾ ഈ റവ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതേ വേണ്ടുള്ളൂ. അപ്പോൾ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ. ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ തേങ്ങയും റവയും എല്ലാം നമ്മൾ ഇട്ടില്ലേ, അതിൻ്റെ എല്ലാം മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതിനെല്ലാം മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്തു. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ, ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊട്ട് ലേറ്റ് ആക്കേണ്ട, വേഗം ഇത് ചുട്ടെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട്. ഇത് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ വേഗം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നൊരു 2 കയ്യിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇതിപ്പോൾ കുറച്ച് ചെറിയ കയ്യിലാട്ടോ, അതാണ് ഞാൻ 2 കയ്യിലെന്ന് പറഞ്ഞത്. കുറച്ച് വലിയ കയ്യിലൊക്കെ ആണെങ്കിൽ ഒരു കയ്യിൽ തന്നെ മതിയാവും. പിന്നെ വേറൊരു കാര്യം, ഇതിനെ നമ്മൾ ഒഴിച്ചിട്ട് നമ്മളിതിനെ പരത്തി കൊടുക്കേണ്ട. നമ്മളിതിന് മുമ്പ് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നില്ല, അതേപോലെ ഇതിന് ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഞാൻ അടച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഒരുവിധം കുക്കായിട്ടുണ്ടാവും. പിന്നെ മുകളിൽ കുറച്ച് ഭാഗമൊന്നും കുക്കാവാത്തുണ്ടാവും. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ പാൻ കേക്കിനൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ആട്ടോ ഏകദേശം. അപ്പോൾ പാൻ കേക്കിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ, ലിങ്ക് മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 2 സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്കായിട്ട്, പിന്നെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ, അതല്ലാതെ തന്നെ നല്ല പോലെ കുക്കായിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാളെ രാവിലെ നമ്മുടെ കയ്യിൽ റവയും അതേപോലെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതന്നെ ആക്കിക്കോളൂ. എന്നിട്ട് വിവരം പറയാൻ മറക്കരുത് കേട്ടോ, ഇഷ്ടമായോ അല്ലേ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.